എല്ലാവർക്കും, എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാതവന്ദനം, ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും, എല്ലാ സമുജ്വലമായ മാറ്റങ്ങളും, ചൈതന്യവും, ഈശ്വരാനുഗ്രഹവും, രാഷ്ട്രത്തിന്റെ അനുഗ്രഹവും നമ്മൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രവർത്തിക്കുക. വേദത്തില് പ്രത്യക്ഷമായ ദൈവം എന്ന് പറയുന്നത് യതോവാ ഇമാനി ഭൂതാനി ജായന്തി ഏനവാ ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. ഈ ഒരു വരിയാണ് യഥാർത്ഥത്തില് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ, ഹിന്ദുവിന്റെ പരമമായ ഈശ്വര ചൈതന്യത്തിന്റെ നിർവചനം. പരമമായ ഈശ്വര ചൈതന്യത്തിന്റെ നിർവചനം അതാണ്. ഏതൊരു ചൈതന്യത്താലാണോ സർവചരാചരങ്ങളും ജനിക്കുന്നത്, ഉത്ഭവിക്കുന്നത്, ഏതൊരു ചൈതന്യത്താലാണോ ജനിച്ചതെല്ലാം നിലനിൽക്കുന്നത്, ഏതൊരു ചൈതന്യത്താലാണോ നിലനിന്നത് അന്ത്യത്തിൽ തിരിച്ചു പോകുന്നത്, അതിനെ നിങ്ങൾ പരമമായ സത്യമായിട്ട് കാണൂ. നമ്മുടെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ. എന്താ ഈശ്വരൻ എന്ന് പറയുന്നത്? ഇത്രയും കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നു. അതെങ്ങനെയാണ് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അത് വരുന്നത്? ആൺപൂവിൽ നിന്നും പെൺപൂവിൽ നിന്നും അതെങ്ങനെയാണ് ഒരു വിത്ത് വരുന്നത്, വിത്ത് മരമായി മാറുന്നത്, എന്നിട്ട് അത് വളർന്ന് ജീവജാലങ്ങളായാലും വൃക്ഷലതാദികളായാലും വളരുന്നത്, അവസാനം നമ്മൾ ആരും പറയാതെ എല്ലാം തിരിച്ചു പോകുന്നു വന്ന സ്ഥലത്തേക്ക്. ഇതിന് കാരണഭൂതമായ ചൈതന്യമേത്? അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുക. ആ ചൈതന്യത്തിന്റെ ഭാഗമാണ് വായു. വായു ഇല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. സൂര്യൻ ഇല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. അകത്തും പുറത്തുമുള്ള അഗ്നി, അകത്തുള്ള ജഡരാഗ്നി, പുറത്തുള്ള മറ്റ് സാധാരണ വിറക് കത്തുന്നമാരുടെ അഗ്നി, ഇതില്ലെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല, മനുഷ്യരാരും നിലനിൽക്കില്ല. അതുകൊണ്ട് നമ്മളുടെ വേദങ്ങള് അഗ്നിയെ സാക്ഷി നിർത്തിയിട്ട് പ്രകൃതിയോടുള്ള പ്രാർത്ഥനയാണ് അഗ്നിദേവ പ്രാർത്ഥന. അഗ്നിയെ സാക്ഷി നിർത്തുക. നമ്മൾ സാധാരണ ജഡ്ജിയെ സാക്ഷി നിർത്തിയിട്ട് നമ്മളുടെ ദുഃഖങ്ങളും നിരപരാധിത്വവും എല്ലാം നമ്മൾ പറയുന്നില്ലേ, ജഡ്ജിയെ സാക്ഷി നിർത്തിയിട്ട്. അതേപോലെയാണ് അഗ്നിയെ സാക്ഷി നിർത്തി, വായുവിനെ സാക്ഷി നിർത്തി, പ്രകൃതി ചൈതന്യങ്ങളെ സാക്ഷി നിർത്തി, സൂര്യനെ സാക്ഷി നിർത്തിയിട്ട് നമ്മളുടെ മനസ്സിനോട് നമ്മൾ പറയുന്നു ഉയരണം, ഉണരണം, വളരണം. അതാണ് ഒന്നാമത്തെ മണ്ഡലത്തിലെ 127 സൂക്തത്തിലെ 4 വരി. അഗ്നിദേവൻ, അകത്തും പുറത്തുമുള്ള അഗ്നിദേവൻ, നമ്മളിൽ കുടികൊള്ളുന്ന അഗ്നിദേവൻ. ആ അഗ്നിദേവന് ഞാനിതാ ഹവിസ് സമർപ്പിക്കുന്നു. ഞാനിതാ വേവിച്ച അരി, ചോറ്, പകുതി വേവിച്ച അരി, ചോറ്, ഹവിസ് സമർപ്പിക്കുന്നു. കാരണം അദ്ദേഹമാണ് എന്റെ ശരീരത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വൈശ്വാനരാഗ്നി അല്ലെങ്കിൽ ജഡരാഗ്നി. ആ അഗ്നിദേവനെ ഞാൻ പ്രസാദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ നന്ദി പ്രകടനം നടത്തുന്നു. ദൃളാചിതസ്മാനോദോര്യഥാ വിദേതി ജിഷ്ടാഭിരണിഭിർധാഷ്ട്യവസേ അഗ്നയേ ധാഷ്ട്യവസേ പ്രയപുരാണികാഹതേ തക്ഷധ്വനേവ ശോചിഷാ സ്ഥിരാചിതന്നാ നിരീണാത്യോജസാ നിസ്ഥിരാണി ചിതോജസാഹ. അഗ്നിദേവ, ഞങ്ങളെ ചിരഞ്ജീവികളാക്കിയാലും ജീവിതത്തിന്റെ അന്ത്യം വരെ ആരോഗ്യമുള്ളവരാക്കിയാലും മരണത്തെ പുൽകുന്നത് ആരോഗ്യത്തോടുകൂടി ഞങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ടാവട്ടെ. ചിരഞ്ജീവിത്വം ഞങ്ങൾക്ക് ലഭിക്കാം, സമദൃഷ്ടിയും ഞങ്ങൾക്ക് നൽകുക, എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള സമഭാവനയും ഞങ്ങൾക്ക് നൽകുക. ഞങ്ങള് അഗ്നിദേവ, അങ്ങ് എങ്ങനെയാണോ സർവചരാചരങ്ങൾക്കും സർവ മനുഷ്യർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നത്, അതുപോലെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരോടും ഒരേ ദൃഷ്ടിയും ഞങ്ങളുടെ കർത്തവ്യം ഒരേപോലെ മറ്റുള്ളവരോട് പ്രയോഗിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുക.
തമസ്യ പൃക്ഷമുപരാസു ധീമാഹീനക്തം യസുദർശതാരോ ദിവാദരാദ പ്രായുഷേ ദിവാദരാദ് അദസ്യായുർഗ ബാണാവിദ് വീളു ചർമാനസൂനവേ ഭക്തഭക്തമാവോ വൃന്ദോ അജരാ അഗ്നയോ വൃന്ദോ അജരാ. ഞങ്ങൾക്ക് ജരാനര ബാധിക്കാതെ നല്ല ഊർജത്തോടുകൂടി മനസ്സിന്റെയും ശരീരത്തിന്റെയും ഊർജം നിലനിർത്താൻ അനുഗ്രഹിക്കുക. എല്ലാ നന്മകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. സാഹി ശർദ്ധോ നമാരൂതം തു വിശ്വാണേരപ്നാസ്വധീശോർവരാശിഷ്ട്വാ നിരാർത്തനാ സ്വഷ്ടിനീഹി അദബ്ധവ്യാന്യാദാദീദ്യാജ്ഞസ്യ കേതുരർഹണ അധം സ്മാസ്യ ഹർഷതോ ഋഷീവാതോ വിശ്വേജുഷം ദബന്ധാം നരശുഭേന പന്ഥാം. നല്ല വഴിയിലൂടെ ഞങ്ങളെ നയിക്കാം. മാനവരാശിക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള ചിന്തകൾ ഞങ്ങളിൽ ഉണ്ടാക്കാം. ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. ശുഭേ ന പന്ഥ, ഞങ്ങളെ ശുഭകരമായ പന്ഥാവിലൂടെ നയിക്കുക, മംഗളകരമായ പന്ഥാവിലൂടെ നയിക്കുക. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് പ്രാർത്ഥിക്കുന്നതാ, ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാ, പ്രകൃതിയോട് പ്രാർത്ഥിക്കുന്നതാ, നമ്മളെ നിലനിർത്തുന്ന ശക്തിയോട് പ്രാർത്ഥിക്കുന്നതാണ്. ആ കഴിവ് ഞങ്ങൾക്ക് തേജസ്, പ്രകാശവും ഊർജവും എങ്ങനെയാണോ അഗ്നിദേവൻ മറ്റുള്ളതിന് നൽകുന്നത്, അതുപോലെ ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകാനുള്ള അവസരമുണ്ടാക്കുക. വിദായതീം കീസ്താസോ അഭിഭ്യാവോ നമസ്യം തൂപോവോചന്ത ഭൃഗവോ മനം തതോ ദാശാഭൃഗവഃ അഗ്നിരീശേവസൂനാം ശുചിര്യോ ധർണിരേഷാം പ്രിയാങ് അപിധീരവനിഷഷ്ട മേധീര അവനിഷഷ്ട മേധീര. ഈ ഭൂമിയിലെ ജീവിതം എത്ര കാലമുണ്ടോ അത്രയും കാലം ധന്യമായൊരു ജീവിതം. നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ലൈഫ്. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ലൈഫ്. ഇതാണ് വേദം നമ്മളോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, ഞാൻ കുറെ പാപം ചെയ്തിട്ടുണ്ട്, അതൊക്കെ കഴുകി കളയണം, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. അങ്ങനെ മരണശേഷമുള്ള ഒരു സ്വർഗത്തിലേക്കോ മരണശേഷമുള്ള ഒരു നരകത്തിലേക്കോ കുറിച്ചല്ല വേദം പറയുന്നത്. ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കാൻ, ചൈതന്യവത്താക്കാൻ, പ്രയോജനപ്രദമാക്കാൻ, ലക്ഷ്യബോധമുള്ളതാക്കാൻ നമ്മളുടെ കുടുംബാംഗങ്ങൾ, ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും എല്ലാ നന്മകളും പടരട്ടെ എന്ന് വേദം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറയുന്നു. എല്ലാവർക്കും സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. നല്ല 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 വാക്കുകളും വരികളും എല്ലാം കേൾക്കാനും പറയാനും അത് ആസ്വദിക്കാനും സാധിക്കട്ടെ. ഏത് തിന്മകള് നമ്മളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ രാഷ്ട്രത്തിലോ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ നന്മകളാക്കി മാറ്റാനുള്ള ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ടാകട്ടെ. ആ തിന്മകളും ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും പ്രശ്നങ്ങളും നമ്മളെ തളർത്താതെ അതെല്ലാം അനുഭവ സമ്പത്താക്കി മാറ്റാൻ ജഗതീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേദമാതാവിന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ. സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന, പ്രണാമം.